ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാജിക് സ്റ്റോറി മേക്കർ. ഒരു കമന്റിലൂടെയാണ് മനസ്സിലാകുന്നത് എന്റെ സ്റ്റോറി ടെല്ലിംഗ് കുറച്ച് സ്പീഡ് ആകുന്നുണ്ടെന്ന്. ഞാൻ അത് ശ്രദ്ധിച്ചോളാം. അതുപോലെ വെബ് സീരീസിന്റെ നെയിം താഴെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് പേടിച്ചാണ് കേട്ടോ ഞാൻ വെബ് സീരീസിന്റെ നെയിം പറയാത്തത്. അപ്പോൾ നേരെ നമുക്ക് എപ്പിസോഡ് 3 പോകാം. എപ്പിസോഡ് 3 തുടക്കത്തിൽ ഒരു പാസ്റ്റ് സീനാണ് കാണിക്കുന്നത്. ഇടയ്ക്കിടെ പാസ്റ്റും പ്രസന്റും മിക്സ് ചെയ്ത് കഥ മുന്നോട്ട് പോകും. ഞാൻ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം. ആദ്യ സീനിൽ നമ്മുടെ ഹീറോയും ഭാര്യയും ഒരുമിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് സ്കൂൾ കുട്ടികൾ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നത് അവർ കാണുന്നത്. അത് കണ്ട് ഹീറോയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. എനിക്കെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്നെ രക്ഷിക്കാൻ നീ വരുമോ? അതിന് ഹീറോ ഒരു നിമിഷം പോലും ആലോചിക്കാതെ എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് വാക്കു കൊടുക്കുന്നു. അതിനുശേഷം ഹീറോയിൻ നേരെ ആ കുട്ടികളുടെ അടുത്തേക്ക് പോയി ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരുമായി തർക്കിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ കാണിക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഒരു മൈനർ വിദ്യാർത്ഥി ഹീറോയിനെ കുത്തിക്കൊല്ലുകയാണ്. കോടതിയിൽ അവൻ പറയുന്നത് താൻ നായികയെ വൺ സൈഡായി സ്നേഹിച്ചിരുന്നുവെന്നും ആ സ്നേഹം തിരിച്ചു കിട്ടാതിരുന്നതിന്റെ ദേഷ്യത്തിലാണ് ഈ കൊലപാതകം ചെയ്തെന്നുമാണ്. ഇപ്പോൾ അതിൽ തനിക്ക് കുറ്റബോധമുണ്ടെന്നും അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് ഹീറോ മരവിപ്പോടെയും ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഇരിക്കുകയാണ്. എന്നാൽ പ്രതി മൈനർ ആയതുകൊണ്ടും അവന്റെ കുടുംബ സാഹചര്യം പരിഗണിച്ചുകൊണ്ടും കോടതി അവന് 4 വർഷത്തെ തടവ് ശിക്ഷ മാത്രമാണ് വിധിക്കുന്നത്. തുടർന്ന് കോടതിക്ക് പുറത്ത് വെച്ച് ഹീറോ അവനെ കാറടിച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോൾ എന്തോ ഒരു സാധനം അവന്റെ കാറിൽ വന്ന് ഇടിക്കുന്നത് പോലെ തോന്നുന്നു. പക്ഷെ കാറിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ കുട്ടിയെ പോലീസ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. നായിക ചോയുടെ മകളാണ്. അതുകൊണ്ട് ചോ ഹീറോയോട് പറയുന്നത്, ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയാൽ എന്റെ മകൾ ആഗ്രഹിച്ചതുപോലെ കുട്ടികളെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്ന ഒരു പദ്ധതി നമുക്ക് ആരംഭിക്കണം. അങ്ങനെ ചോയും ഹീറോയും ചേർന്ന് രൂപീകരിച്ച പദ്ധതിയാണ് ERPB. അടുത്ത സീൻ പ്രസന്റിലാണ്. ചോയുടെ മുറിയിൽ ചോയും ഹീറോയും ബോങ്ങും ചേർന്ന് ഒരു പുതിയ കേസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിനി തന്റെ ടീച്ചർ തന്നെ അബ്യൂസ് ചെയ്തുവെന്ന് ആരോപിച്ച് ലൈവിൽ വന്നിരുന്നു. സംഭവം കൈവിട്ടു പോയതോടെ ആ അധ്യാപകൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇതാണ് കേസ്. ഇതിനൊക്കെ കാരണം സോഷ്യൽ മീഡിയ ആണെന്ന് ബോങ് പറയുന്നു. ഇപ്പോൾ അധ്യാപകർ സോഷ്യൽ മീഡിയയെ തന്നെ പേടിക്കുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ശേഷം ബോങ് ആ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കാണിക്കുന്നു. അതിലൂടെ സ്കൂളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് നമ്മളും കാണുന്നു. ആ പെൺകുട്ടിയുടെ പേര് ഹോണേരി. അവൾ ലൈവ് ചെയ്തുകൊണ്ട് ക്ലാസ് മുറിയിലേക്ക് കടക്കുന്നു. അപ്പോൾ ടീച്ചർ എത്തി ഇത് ക്ലാസ് സമയമാണെന്ന് പറഞ്ഞ് അവളുടെ ഫോൺ വാങ്ങി ലൈവ് അവസാനിപ്പിക്കുന്നു. ഇതിൽ ദേഷ്യം വന്ന ഏരി അധ്യാപികയെ നാണം കെടുത്താൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ഒരു വിദ്യാർത്ഥിനിയുടെ മുടിയിൽ ചൂയിങ്ങം ഒട്ടിപ്പിടിച്ചപ്പോൾ ടീച്ചർ അവളുടെ മുടിയുടെ ഒരു ഭാഗം മുറിച്ചു കൊടുക്കുന്ന വീഡിയോ അവൾ എടുക്കുന്നു. പിന്നീട് അത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നു. എന്നാൽ എഡിറ്റ് ചെയ്ത വീഡിയോയിൽ ടീച്ചർ ക്രൂരമായി ആ കുട്ടിയുടെ മുടി മുറിക്കുന്നതായാണ് കാണിക്കുന്നത്. അതോടെ വീഡിയോ വൈറലാവുകയും അധ്യാപികയ്ക്കെതിരെ എല്ലാവരും തിരിയുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഏരിയുടെ ക്ലാസ് ടീച്ചറായ മിസ്റ്റർ കോ ഞാനിത് അവളോട് സംസാരിക്കാമെന്ന് പറയുന്നത്. ശേഷം അവളോട് പറയുന്നു ലൈബ്രറിയിൽ ഇരുന്ന് അവളും സുഹൃത്തും ചേർന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്തതെന്ന് അദ്ദേഹം കണ്ടിരുന്നു. അതുകൊണ്ട് യഥാർത്ഥ വീഡിയോ അപ്ലോഡ് ചെയ്ത് സത്യം തുറന്നു പറയാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. പക്ഷെ അത് ഏരിക്ക് ഇഷ്ടമാകുന്നില്ല. സത്യം പുറത്തു വരാതിരിക്കാൻ അവൾ മിസ്റ്റർ കോ തന്നെ അബ്യൂസ് ചെയ്തുവെന്ന് ആരോപിച്ച് ലൈവിൽ വരുന്നു. അതും നിമിഷങ്ങൾക്കകം വൈറലാകുന്നു. അദ്ദേഹത്തിന്റെ ഭാഗം ആരും കേൾക്കാതെ വന്നതോടെ മിസ്റ്റർ കോ സ്വന്തം കാലിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണച്ചടങ്ങിൽ പോലും ചിലർ സോഷ്യൽ മീഡിയ കണ്ടന്റിനായി എത്തി കുടുംബത്തെ പോലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ലൈവ് ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ജോ എന്ന ടീച്ചർ അവിടെ എത്തുന്നു. അവൾ ഏരിയോട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് നടന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോ ഇടാൻ ആവശ്യപ്പെടുന്നു. മിസ്റ്റർ കോ അങ്ങനെ ഒരാളല്ല എന്നും പറയുന്നു. എന്നാൽ ഏരി കരഞ്ഞുകൊണ്ട് പറയുന്നത് സാർ എന്നെ അബ്യൂസ് ചെയ്തു. അങ്ങനെ ഒരു കാര്യം ഒരു പെൺകുട്ടി കള്ളം പറയുമോ എന്നാണ്. ശരി, ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ തിരിയുന്നു. പക്ഷെ അപ്പോഴാണ് ട്വിസ്റ്റ്. അവൾ നേരത്തെ തന്നെ ലൈവിലായിരുന്നു. ജോ ടീച്ചർ വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞാണ് അവൾ ലൈവ് ആരംഭിച്ചത്. അതോടെ വീണ്ടും ജോ ടീച്ചർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉയരുന്നു. ഇതോടെ സ്കൂൾ മാനേജ്മെന്റ് ഏരിയോടെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനുവേണ്ടി എന്തും ചെയ്യാമെന്ന് അവർ പറയുന്നു. കാരണം അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏരിയ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നു. ഇനി മുതൽ ജോ തന്റെ ക്ലാസ് ടീച്ചറായി വരണം. തുടർന്ന് ജോ അവളുടെ ക്ലാസ് ടീച്ചറായി എത്തുന്നതും കാണിക്കുന്നു. അതിനുശേഷം വീണ്ടും കഥ പ്രസന്റിലേക്ക് മാറുന്നു. അതിൽ ജോ പറയുന്നത് ആ പെൺകുട്ടിക്ക് 6K ഫോളോവേഴ്സ് ആയാലും 6 മില്യൺ ഫോളോവേഴ്സ് ആയാലും എനിക്കിത് പ്രശ്നമല്ല. ഈ കേസ് നിങ്ങൾ തീർത്തേ പറ്റൂ. എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ബോങ് ഹീറോയുടെ അടുത്തത് എന്റെ വേഷം എന്താണെന്ന് ചോദിക്കുന്നു. അതിന് ഹീറോ ചിരിച്ചുകൊണ്ട് പറയുന്നത് ഇത്തവണ നീ പെൺവേഷം കെട്ടിയാൽ മതി എന്നാണ്. അത് കേട്ട ബോങ് ഒരു നിമിഷം ആലോചിക്കുന്നു. പിന്നെ ഇതും ഞാൻ ചെയ്യണമോ എന്ന ഭാവത്തിൽ ചോയും ഹീറോയും നോക്കുമ്പോൾ അവർ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുന്നു. പിന്നീട് ഹീറോ പറയുന്നു ഇത്തവണ ഞാൻ പോകുന്നില്ല, പകരം ഒരു ഇൻസ്പെക്ടർ പോകും. അവൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അടുത്ത സീനിൽ ഹാൻഡ്രിൻ എന്ന ലേഡി ഇൻസ്പെക്ടറും ജോയും ചേർന്ന് ഏരിയുടെ ക്ലാസ്സിലേക്ക് പോകുന്നു. പുതിയ ടീച്ചറെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നു. എന്നാൽ ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളിൽ പലരും അവരെ ശ്രദ്ധിക്കുന്നില്ല. ചിലർ ഫോണിൽ തിരക്കിലാണ്, ചിലർ മെസ്സേജ് അയക്കുന്നു, ചിലർ മസാജ് ചെയ്യുന്നു, മറ്റു ചിലർ കൂട്ടമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു.
ഇതെല്ലാം റിൻ ശാന്തമായി നിരീക്ഷിക്കുന്നു. എന്നാൽ ടീച്ചർ ഇതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ അവർ എടുത്തിടും. പിന്നെ കൂട്ടപ്പൊങ്കാലയായിരിക്കും. റിൻ ശാന്തമായി അവരെ തന്നെ നോക്കുന്നത് ഏറെ കുറെ സമയം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശേഷം കൂട്ടുകാരി റിന്നിനെ കമന്റ് അടിക്കുന്നു. ഇത്ര സൗന്ദര്യം വരാൻ നിങ്ങൾ സർജറി എന്തെങ്കിലും ചെയ്തോ? ഇത് കേട്ട റിൻ അതെ ഞാൻ ചെയ്തു എന്ന് പറയുന്നത് ഏറെ അത് ലൈവിൽ പറയാൻ പറയുന്നു. ഇത് കണ്ട റിൻ ഏരി ലൈവ് ഓഫാക്കാൻ പറയുന്നു. അപ്പോ ഏരി പറയുന്നു നിനക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഓഫാക്കി കാണിക്കുന്ന. ഇത് പറയേണ്ട താമസം നമ്മുടെ റിൻ ഏരിയുടെ ഫോൺ കാലുകൊണ്ട് അടിച്ച് ഓഫാക്കുന്നു. അത് കാണേണ്ട ഒരു സീനാണ് കേട്ടോ. പിന്നെ അവൾ ERP ഇൻസ്പെക്ടർ ആണെന്ന് പരിചയപ്പെടുത്തുന്നു. തുടർന്ന് എല്ലാ കുട്ടികളുടെയും ഫോൺ വാങ്ങിവെക്കുന്നു. ശേഷം അവൾ പറയുന്നു ഇത് എന്നെ പറ്റിപ്പിക്കാനുള്ള നിങ്ങളുടെ രണ്ടാമത്തെ ഫോൺ ആണെങ്കിൽ ഞാൻ 3 എണ്ണുന്നതിന് മുമ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫോൺ എന്റെ അടുത്തെത്തണം എന്ന് പറയുന്നു. റിൻ 1 2 3 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോങ് അവിടെ എന്തോ പണിയൊപ്പിച്ച് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും അവർ ഉപയോഗിക്കുന്ന ഫോണുകളിൽ നിന്ന് ശബ്ദം വരാൻ തുടങ്ങുന്നു. ശേഷം റിൻ ആ ഫോണും കൂടി വാങ്ങിവെക്കുന്നു. ശേഷം അവൾ ഇനി മുതൽ ഇവിടെ ERPBയുടെ നിയമങ്ങളാണ് നടപ്പാക്കുക എന്ന് പ്രഖ്യാപിക്കുന്നു. അതേസമയം മറ്റൊരിടത്ത് ഹീറോ അധ്യാപകരോട് കുട്ടികൾ നിങ്ങളോട് ചെയ്ത എല്ലാ കാര്യങ്ങളും എഴുതി നൽകാൻ പറയുന്നു. നിങ്ങളുടെ ഫോട്ടോസ് ഉപയോഗിച്ചതും നിങ്ങൾ അറിയാതെ എടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി തരാമെന്ന് പറയുന്നു. എന്നാൽ ഒരു ടീച്ചേഴ്സും അതിൽ ഫിൽ ചെയ്യുന്നില്ല. കാരണം അവർ സ്റ്റുഡൻസിനെ പേടിയുള്ളത് കൊണ്ടാണ്. എന്നാൽ ഹീറോ പറഞ്ഞത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഫിൽ ചെയ്ത് തരാമെന്നാണ്. ഇനി മുതൽ ഈ സ്കൂൾ ERPBയുടെ നിയന്ത്രണത്തിലാണെന്നും അദ്ദേഹം അറിയിക്കുന്നു. ശേഷം റിൻ വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് നൽകുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ക്യാനലിൽ വെച്ച് ഹീറോയും റിന്നും കണ്ടുമുട്ടുന്നു. അവിടെ ഹീറോ റിന്നിനെ ബോങ്ങിന് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ റിൻ ഹീറോയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ എന്തിനാണ് സെലക്ട് ചെയ്തതെന്ന് സാർ പറയാമെന്ന് പറഞ്ഞു. അതെന്തിനാണെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹീറോ ചിരിച്ചുകൊണ്ട് പറയുന്നത് ഇവിടെയുള്ള സ്റ്റുഡൻസ് കുറച്ച് ലൂസാണ്. അപ്പോൾ ആ ലൂസുകളെ നിയന്ത്രിക്കാൻ വേറൊരു ലൂസിനെ തന്നെ വേണം എന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേട്ടതും റിൻ പൊട്ടിച്ചിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ബോങ് ആകെ കിളിപ്പോയ അവസ്ഥയിലാണ്. അവൻ രണ്ടുപേരെ മാറി മാറി നോക്കി നിൽക്കുന്നു. തുടർന്ന് ഹീറോ റിന്നിനോട് പറയുന്നു നിനക്ക് ആരെങ്കിലും കൊല്ലണമെന്ന് തോന്നിയ ക്ഷമയുടെ ഒരു സിമ്പിൾ നീ നിന്റെ കയ്യിൽ വരച്ചാൽ മതി. അത് എങ്ങനെയാണെന്നോ ബോങ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. തുടർന്ന് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ബോങ്ങിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ക്ലാസ് കഴിഞ്ഞു പോകാൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥികളോട് റിൻ ക്ലാസ് വൃത്തിയാക്കാൻ പറയുന്നു. എന്നാൽ ഏരി പറയുന്നത് അത് ടീച്ചർമാര് ചെയ്യുന്ന ജോലിയാണ്, ഞങ്ങൾ ചെയ്യില്ല എന്നാണ്. പക്ഷെ റിന്നിന്റെ ഒറ്റ അലർച്ചയിൽ തന്നെ എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് ക്ലാസ് വൃത്തിയാക്കുന്നു. ശേഷം രാത്രി റിൻ ബോങ്ങിനോട് ഒരു സഹായം ആവശ്യപ്പെടുന്നു. അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളുടെ വിവരങ്ങൾ എനിക്ക് വേണം. പ്രത്യേകിച്ച് അധ്യാപകരുടെ ഫോട്ടോകൾ എടുത്ത് മോശമായ രീതിയിൽ പോസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ. ബോങ് ആവശ്യമായ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് റിന്നിന് കൈമാറുന്നു. പിറ്റേന്ന് സ്കൂളിലെത്തിയ റിൻ അധ്യാപകരെ അപമാനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ചെയ്തതിന്റെ തെളിവുകൾ ഓരോന്നായി വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിൽ ഒതുങ്ങാതെ എല്ലാവർക്കും കിടിലൻ ശിക്ഷയും നൽകുന്നു. ഇതോടെ വിദ്യാർത്ഥികൾ തമ്മിൽ ചർച്ച തുടങ്ങുന്നു. ഈ ERPB ഇവിടെ എത്താൻ കാരണം എന്തായിരിക്കും? ജോ ടീച്ചർ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരിക്കുമോ? അപ്പോൾ അതിലൊരു വിദ്യാർത്ഥി പറയുന്നത് ചിലപ്പോൾ കോസാർ മരിച്ചത് കൊണ്ടായിരിക്കും എന്നാണ്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ അടുത്തതായി കാണിക്കുന്നത് ജോ ടീച്ചറിനെയാണ്. വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കാര്യങ്ങൾ കണ്ട് ആകെ തകർന്നിരിക്കുകയാണ് അവർ. പിന്നീട് മറ്റൊരു ട്യൂഷൻ സെന്ററിൽ പോയി അവിടെ അധ്യാപിക ഒഴിവുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. എന്നാൽ അവിടുത്തെ പ്രിൻസിപ്പൽ പറയുന്നത് ടീച്ചറുടെ കാര്യം ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്കും അറിയാം, അത് അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ എടുക്കാൻ കഴിയില്ല എന്നാണ്. അടുത്ത സീനിൽ ഏരി ടീച്ചറുടെ അടുത്തേക്ക് ഒരു ഡൗട്ട് ചോദിക്കാൻ എത്തുന്നു. ടീച്ചർ ചെറിയൊരു പേടിയോടെയാണ് അവളുടെ സംശയം തീർത്തു കൊടുക്കുന്നത്. ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുകയും ശ്രദ്ധയോടെ ഇരിക്കുകയും ചെയ്യുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ പലരും വന്ന് ടീച്ചർ ഇന്ന് ക്ലാസ് വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു പോകുന്നു. ഇതെല്ലാം കണ്ട് ജോ ടീച്ചർക്ക് വലിയ സന്തോഷമാകുന്നു. പക്ഷെ റിൻ പറയുന്നത് ടീച്ചർ ഇതൊന്നും അത്ര പെട്ടെന്ന് വിശ്വസിക്കരുത്, ഇതിൽ പിന്നിൽ എന്തോ ചതിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ടീച്ചർ പറയുന്നത് എനിക്കും അതറിയാം, പക്ഷെ ഇത്രയും ദിവസത്തിനിടയിൽ ആദ്യമായാണ് കുട്ടികൾ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത്, എന്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞ അവർ അവിടെ നിന്ന് പോകുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഏരി ടീച്ചറുടെ അടുത്തേക്കെത്തി സോറി പറയുന്നു. അതിനുശേഷം അവൾ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നു. ERPBക്കെതിരെ ലൈവിൽ വന്ന് സംസാരിക്കണം, കാരണം ERPB വന്നതോടെ എല്ലാ വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടുന്നുവെന്നും ടീച്ചർ ഞങ്ങളുടെ കൂടെ നിന്നാൽ അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുമെന്നും അവൾ പറയുന്നു. ശേഷം അടുത്ത സീനിൽ സ്റ്റാഫ് റൂമിൽ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ജോ ടീച്ചറിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഒന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ടീച്ചർ പുറത്തോട്ട് ഇറങ്ങുന്നു. അപ്പോഴാണ് മുന്നിൽ ഹീറോ വന്ന് നിൽക്കുന്നത്. ശേഷം ഹീറോയും ജോ ടീച്ചറും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഹീറോ ടീച്ചറോട് പറയുന്നു ഇനിയെങ്കിലും സത്യം തുറന്ന് പറയണം, കാരണം എന്റെ ഭാര്യയും ഒരു ടീച്ചറായിരുന്നു, പക്ഷെ അവൾ സ്വന്തം വിദ്യാർത്ഥിയുടെ കൈകൊണ്ടാണ് മരിച്ചത്. പിന്നെ അദ്ദേഹം തുടർന്ന് പറയുന്നു
ടീച്ചർ, ഞങ്ങൾ ഇവിടെ വന്നത് കോസാർ മരിച്ചത് കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ വിദ്യാർത്ഥികൾ തന്ന പരാതികളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പരാതികൾ ടീച്ചറിനെ കാണിച്ചു കൊടുക്കുന്നു. അവർക്ക് ഇപ്പോഴും നിങ്ങളെ ആവശ്യമുണ്ട്. ഇനിയെങ്കിലും അവർക്ക് വേണ്ടെങ്കിലും ഞങ്ങളോട് സഹകരിക്കണം. ഇത് കേട്ട ജോ ടീച്ചർ പൊട്ടിക്കരയുന്നു. അടുത്ത ദിവസം ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുന്നു. അപ്പോൾ ഏരി വീണ്ടും ലൈവിന്റെ കാര്യം ചോദിക്കുന്നു. എന്നാൽ ടീച്ചർ അത് പറ്റില്ലെന്ന് ഉറച്ചു പറയുന്നു. ഇതിൽ ദേഷ്യം വന്ന ഏരി ക്ലാസ് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നു. ടീച്ചർ ബോർഡിൽ ഒരു പ്രോബ്ലം എഴുതി ഏരി അത് ചെയ്യാൻ വിളിക്കുന്നു. ഇത് കണ്ട റിൻ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ ടീച്ചർ ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. ഏരി ആ പ്രോബ്ലം ചെയ്യാൻ തയ്യാറാകാതെ നിൽക്കുമ്പോൾ ടീച്ചർ അവളെ അടിക്കുന്നു. ഒടുവിൽ അടി സഹിക്കാനാവാതെ ഏരി ആ പ്രോബ്ലം ശരിയായി പരിഹരിക്കുന്നു. ഞാൻ നിന്നെ അടിച്ചത് നിന്നെ നന്നാക്കാനാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട റിൻ സന്തോഷത്തോടെ ടീച്ചർ നിങ്ങൾ സൂപ്പറാണെന്ന് വിളിച്ചു പറയുന്നു. ടീച്ചർ തന്നെ അടിച്ചതിന്റെ ദേഷ്യത്തിൽ ഏരി തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ടീച്ചറുടെ മോശമായ ചിത്രങ്ങൾ വീണ്ടും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അത് മാത്രമല്ല, അന്ന് സാർ തന്നെ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞെടുത്ത വീഡിയോയ്ക്ക് പിന്നാമ്പുറമുള്ള വീഡിയോയും അവളുടെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ആവുന്നു. കൂടാതെ അവളുടെ എല്ലാ പഴയ പോസ്റ്റുകളും ഒന്നൊന്നായി ഡിലീറ്റ് ആവാൻ തുടങ്ങുന്നു. ഇത് കണ്ട് ഏരിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാകുന്നു. ശേഷം നമ്മളെ കാണിക്കുന്നത് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോങ്ങാണെന്ന്. കാരണം അവനൊരു ഹാക്കറാണല്ലോ. ശേഷം രാത്രി ഏരി അടിച്ചതിന്റെ വിഷമത്തിൽ ടീച്ചർ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഏരി അവിടെ എത്തുന്നത്. ആദ്യം അവൾ ടീച്ചറെ കൊല്ലാൻ ശ്രമിക്കുന്നു. അത് നടക്കാതെ വന്നപ്പോൾ ടീച്ചറെ ബാൽക്കണിയിൽ നിന്ന് തള്ളിവിടുന്നു. കൃത്യസമയത്ത് നമ്മുടെ ഹീറോ അവിടെ എത്തി ടീച്ചറെ രക്ഷിക്കാൻ കൂടെ ചാടുന്നു. ടീച്ചർ ഭയന്ന് ഹീറോയെ മുറുകെ പിടിക്കുന്നു. ഇരുവരും താഴെ നിർത്തിയിരുന്ന ഒരു കാറിന്റെ മുകളിലേക്ക് വീഴുന്നു. ടീച്ചർ ഹീറോയുടെ മുകളിൽ വീണതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കുന്നില്ല. അതേസമയം മുകളിൽ ഏരിയെ പിടിക്കാൻ റിൻ നിൽക്കുകയാണ്. ഏരിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് റിന്നിന്റെ കൈ മുറിയുന്നു. എന്നാലും റിൻ പിടിയിടുന്നില്ല. മറിച്ച് ഏരിയെ ബാൽക്കണിയിൽ നിന്ന് തള്ളിയിടുമെന്ന പോലെ ഭയപ്പെടുത്തി അവളോട് പറയുന്നു, ഈ പേടിയോടെ ഇനി നീ ജീവിച്ചോള്. താഴേക്കെത്തിയപ്പോൾ ഹീറോ ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ റിൻ പറയുന്നത് ഇതിലും വലിയ ഉയരത്തിൽ നിന്ന് ചാടിയാലും ഇദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല എന്നാണ്. ഇത് കേട്ടതും ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റിരിക്കുന്നു. പക്ഷെ ഹീറോയുടെ തലയിൽ നിന്ന് രക്തം വരുന്നത് കണ്ടപ്പോൾ ആ സ്ഥലത്ത് തന്നെ ബോധം കെട്ടി വീഴുന്നു. അടുത്ത സീനിൽ വിദ്യാഭ്യാസ മന്ത്രി ചോ ഒരു പ്രസ് മീറ്റിൽ സംസാരിക്കുകയാണ്. ഇനി മുതൽ അധ്യാപകരെ അപമാനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ചെയ്യുന്ന എല്ലാ അക്കൗണ്ടുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും അത്തരക്കാർക്കെതിരെ കർശന നടപടിയും ശിക്ഷയും ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാക്കൾ പ്രസ് മീറ്റ് നടത്തുന്നതാണ് കാണിക്കുന്നത്. അവരുടെ ആരോപണം ഇതാണ്: ചോയും ഹീറോയും ചേർന്ന് ERPB രൂപീകരിച്ചത് കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയല്ല, സ്വന്തം പ്രതികാരം തീർക്കാനാണ്. കാരണം ചോയുടെ മകൾ ഒരു വിദ്യാർത്ഥിയുടെ കൈകൊണ്ടാണ് മരിച്ചത്. ആ വ്യക്തിപരമായ ദുഃഖവും പ്രതികാരവുമാണ് ഈ പദ്ധതിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം. ഈ വലിയ ആരോപണത്തോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ബൈ ഫ്രം മാജിക് സ്റ്റോറി മേക്കർ. എന്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ.